മദീനയിലെ യഹൂദ പുരോഹിതനായിരുന്നു സെയ്ദ് ബിൻ സഅന. അദ്ദേഹത്തിൽ നിന്നും പ്രവാചകൻ ഒരിക്കൽ കുറച്ച് പണം കടം വാങ്ങിയിരുന്നു. സമയം എത്തുന്നതിന് മുമ്പ് ഇദ്ദേഹം പണം തിരികെ ആവശ്യപ്പെട്ടു. മാത്രമല്ല, പണം കിട്ടാൻ താമസമുണ്ടെന്നറിഞ്ഞതോടുകൂടി ക്ഷുഭിതനാകുകയും പ്രവാചകനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും വളരെ മോശമായ രൂപത്തിൽ ചീത്ത പറയുകയും ചെയ്തു. കേട്ടുനിന്ന ഉമറിനെ ക്ഷുഭിതനാക്കി. അദ്ദേഹം വാൾ വലിച്ചൂരി, ദൈവശത്രു പ്രവാചകനെ നീ നിന്ദിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് യഹൂദൻ്റെ നേരെ ചീറിയടുത്തു. ശാന്തനായിരുന്ന പ്രവാചകൻ ഉമറിനോട് ചോദിച്ചു, അല്ല ഉമർ, നിന്നിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. നീ എന്നോട് വായ്പ വാങ്ങിയാൽ കൃത്യസമയത്ത് തന്നെ തിരിച്ചടയ്ക്കണമെന്നും അയാളോട് തിരികെ ചോദിക്കേണ്ടത് കുറച്ചുകൂടി മാന്യമായിട്ടായിരിക്കണമെന്നും പറയാമായിരുന്നില്ലേ? എന്നിട്ട് നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? അതുകൊണ്ട് ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ള പണം തിരികെ കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കുകയും ഒപ്പം തന്നെ 20 സാഹ് ഈന്തപ്പഴം കൂടി അദ്ദേഹത്തിന് നൽകുകയും ചെയ്യുക എന്ന് പറഞ്ഞു അതിനുള്ള സംവിധാനമൊരുക്കി. പിന്നീട് അദ്ദേഹം ഈ പണം കൈപ്പറ്റുന്ന സന്ദർഭത്തിൽ ഉമറിനോട് പറയുന്നൊരു വാക്കുണ്ട്, ഉമറെ, ഞാനിത് വാങ്ങാൻ വേണ്ടി ആയിരുന്നില്ല പ്രവാചകൻ്റെ നേരെ ക്ഷുഭിതനായത്. അദ്ദേഹത്തിൽ ഒരു പ്രവാചകത്വത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ടിരുന്നു. ഈ 2 കാര്യങ്ങളിൽ എനിക്കൊരു സംശയമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ക്ഷമിക്കുവാൻ സാധിക്കുമോ എന്നറിയുക. അതിനെയാണ് ഞാൻ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി കൂടുതൽ ക്ഷുഭിതനായി അദ്ദേഹത്തിനോട് സംസാരിച്ചത്. എന്നാൽ അദ്ദേഹം വളരെ ക്ഷമാശീലനായിക്കൊണ്ട് തന്നെ അതിനോട് പ്രതികരിച്ചപ്പോൾ തീർച്ചയായും അദ്ദേഹം പ്രവാചകനാണെന്ന് എനിക്ക് ബോധ്യം വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശ്വാസിയാകുകയും അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ നേർപകുതി ദാനം ചെയ്യുകയും ചെയ്തതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. ഇതിലൂടെ പ്രവാചകൻ്റെ ജീവിതത്തിലെ ഈ പെരുമാറ്റ രീതിയാണ് വിശ്വാസികൾ അനുധാവനം ചെയ്യേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. 20 സാഹ് ഈന്തപ്പഴം എന്ന് പറഞ്ഞാൽ 52 കിലോ ഈന്തപ്പഴമാണ്. യഹൂദനായ അദ്ദേഹത്തെ വിരട്ടിയതിന് പ്രായശ്ചിത്തമെന്നോണമാണ് നബി തിരുമേനി ഉമറിനോട് അത്രയും ഈന്തപ്പഴം നൽകാൻ ആവശ്യപ്പെട്ടത്.